എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് ഇടുക്കിയിൽ കുറ്റിക്കാനത്തേക്ക് ഒരു ടൂറ് പോയേട്ടാ. നമ്മളെ ക്ലബ്ബിൽ നിന്നാണ് പോകുന്നത്, കുറ്റ്യം വൈസ്മാൻ ക്ലബ്ബിൽ നിന്നാണ് പോകുന്നത്. നമ്മൾക്ക് 3-4 ഫാമിലികളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ശ്രീഹരി സാറിൻ്റെ വീട്ടിലേക്കായിട്ട്. അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി അന്നേരം നമുക്ക് പോകാനുള്ള ടൂറിസ്റ്റ് ബസ് അവിടെ വരും. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബസ് വന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ബസ്സിൽ എൻജോയ് ചെയ്തു പോയി. ഗുഡ് മോർണിംഗ്. വ്ളോഗ് റീൽസ് ആയിട്ട് ചെയ്യുന്നില്ല, വ്ളോഗായിട്ട് അങ്ങ് എല്ലാവരും പറയുന്നത് ഉൾപ്പെടെ അതിനകത്ത് വരും. ശങ്കരാജ് സാറായി പാടുന്നത് കേട്ടോ. ശങ്കരാജ് സാർ ആദ്യം ഈശ്വര പ്രാർത്ഥനയോടെയാണ് നമ്മളെ ടൂറ് തുടങ്ങുന്നത്. പക്ഷേ ഉണ്ടായിരുന്നു ഈശ്വര പ്രാർത്ഥനയുടെ വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെത്തി ഉറങ്ങിപ്പോയി വണ്ടിയിലിരുന്ന്. മുണ്ടക്കയ അവിടെ അടുത്ത് രാവിലെ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ എല്ലാവരും മുൻപേ പോകുന്നുണ്ട്. എല്ലാം നമ്മളെ കൂടെ ഉള്ളവരാ. 10 മണി കഴിയുമ്പോൾ എത്തുമെന്ന് തോന്നല്ലേ? കുറ്റിക്കാന 10 മണിയാകുമ്പോഴത്തേക്ക് കുറ്റിക്കാന എത്തുമെന്ന് പറയുന്നു. ഇപ്പം അങ്ങോട്ട് 8:30 കഴിഞ്ഞ്. രാധാകൃഷ്ണ സാറ് നമ്മളെ ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആട്ടോ. ഇവിടെ പാഞ്ചാലിമേട്ടിലെത്തി. അവിടെ ഭയങ്കര വെയിൽ, നല്ല ചൂട്. നമ്മുടെ അമരേശ് കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടെ 2-3 വട്ടം വന്നിട്ടുള്ള സ്ഥലം. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി പോന്നു. അവരെല്ലാം പോകുന്നുണ്ട്. തിരിച്ചു നല്ലതല്ല, അങ്ങോട്ട് നല്ല ഈ വീതാണ്ട് ഇങ്ങനെ. കുറച്ചും കൂടെ
എന്നെ പാഞ്ചാലി മേട്ടിൽ നിന്ന് ഇറങ്ങി. സാംസാർ വിളിക്കുന്നുണ്ട്. ഈ ഫോൺ എടുക്ക്. ഇങ്ങനെയാണ് പാഞ്ചാലി മേട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം വണ്ടി കിടക്കുന്നിടത്തോട്ട് പോന്നു. അവിടുന്ന് നമ്മൾ പിന്നെ പോയത് പരുന്തിൻ പാറയിലാണ്. നമ്മളങ്ങനെ പരുന്തിൻ പാറയിലെത്തി. എല്ലാവരും ഉണ്ട് കൂടെ. പരുന്തിൻപാറയിൽ നിന്ന് നമ്മൾ ജീപ്പിൽ ട്രക്കിങ്ങിന് കൊണ്ടുപോയി. അന്നേരം അവിടെ ഒരാൾക്ക് 100 രൂപ വെച്ചായിരുന്നു കേട്ടോ. ഓഫ് റോഡ് വഴിയാണ് പോയത്. ഫുള്ള് എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു. മറിഞ്ഞും തിരിഞ്ഞും എന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് മേളിൽ എത്തിപ്പെട്ടത്. ഒരു 4-5 മലയുണ്ടായിരുന്നു. ഈ മലയിലെല്ലാം നമ്മൾ കൊണ്ടുപോയി. അയ്യോ കുഞ്ഞിവരിവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. വെയിലിന് ചൂടില്ല കേട്ടാ, നല്ല തണുപ്പ്. ഏതാ അല്ല ശരിയാ. അങ്ങ് ഗോൾഡൻ കളറി കാണുന്നുണ്ടോ? അതെന്തോ അമ്പലോ പള്ളിയോ ഗോൾഡൻ കളറി ഏതോ ഒരു ടെമ്പിൾ കാണുന്നുണ്ട്. അതേതാണെന്നറിയാമോ ശോഭ ചേച്ചി? ആ കാണുന്ന ഒരു പള്ളിയാണ് കാണുന്നത്. മുറ്റത്തൊക്കെ പോയിന്ന് ഫോട്ടോസ് എടുക്കുന്ന ആളുകള് കൊള്ളാം. പരുന്ത് പണ്ട് ടെമ്പിള് ഏതാ ഗോൾഡൻ കളറിക്കുന്ന പട്ടമല പള്ളിയാണ് കേട്ടോ. കാണുന്നത് ഗോൾഡൻ കളറിൽ കാണുന്ന പട്ടമല പള്ളി. പട്ടമലപ്പള്ളി. നമ്മളതിന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ബിരിയാണി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് തൃശങ്ക് റിസോർട്ടിലായിരുന്നു കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോകുന്നത്. നമ്മൾ അവിടെ ചെന്നപാടെ അമലും അമരി ശോഭന ചേച്ചി ഇവരെല്ലാവരും ക്യാരംസ് ബോർഡ് കണ്ടപ്പോഴത്തേക്ക് നേരെ അതിൻ്റെ മുമ്പിലായിരുന്നു. കുറേ നേരം അവരതൊക്കെ കളിച്ച്. നമ്മൾ വന്ന വണ്ടി സ്വിമ്മിംഗ് പൂളുണ്ടോ? ഇല്ലേ? ഇത് സാംസാന്റെ റൂം. എന്തേ AC ഉണ്ടാ? ഇവിടെ ആണെങ്കിൽ കുറേ അരയന്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവർ ഇങ്ങനെ വെച്ച് നടന്നു പോയി. ഇട്ട് തരാൻ പോന്നു. എളുപ്പം ഇടിച്ചായ. ആ ചേട്ടാ എനിക്കൊരു ചായ ഇട്ട് തരാൻ വരുമ്പോൾ കിടക്കുന്നതൊക്കെ കള്ളം ഉറങ്ങി അണക്ക് കിടക്കുന്നു. എണ്ണീര് കേട്ടാ അതിനകത്തോട്ട് അല്ലല്ല അതിനകത്തോട്ടല്ല ഇടുന്നത്. അറിഞ്ഞുകൂടാ ഒന്നും.
മറ്റവരൊക്കെ പോയോ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പം ചേട്ടന് എല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ പോകാനായിട്ട് പോകുന്നു. അതുകൊണ്ട് അമരി ഇതാണ്ട് വീണതാ പറയുന്നു. കുഴഞ്ഞ് മൈഗ്രൈൻ തലവേദന അങ്ങനെ കുഴഞ്ഞ് പാവം. ഞങ്ങൾ അരയന്നത്തിനെ കണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ പോയി നിരന്നിങ്ങനെ പോയി കണ്ടില്ലായിരുന്നല്ലേ? നല്ല രസമായിരുന്നു. ഓ അവരെന്തോ വരുന്നു. നമുക്ക് നോക്കാം എവിടാ. നമുക്ക് നീന്തൽ മത്സരം വെക്കാം സാറേ. നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ ഫുള്ള് കറങ്ങാൻ പോകും. ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. നടക്കാൻ ഒന്ന് നടന്നിട്ട് അയ്യോ പാർക്കിന് തിരിട്ടായി തുടങ്ങി. പോക്കറ്റ് ഇല്ലയോ അവിടെ പാൻറ്റി? അവരിവിടെ പോയിടേ നമ്മളെ ചേട്ടായിയൊക്കെ ഞാൻ കാണുന്നില്ല. പാർക്കിൽ പോയിട്ട് വരാം. അമലുവിനും അമരിക്കും പാർക്കിൽ പോകണം. വാ അമ്മ പാർക്ക്. ഫോണുണ്ടോ കയ്യിൽ? മറന്നു പോയി എടുക്ക. നല്ല ഭംഗിയല്ലേ? ചേട്ടൻ എന്തോ പിച്ചു എടുക്കുന്നു. എന്തുവാടേ അത്? ഇടയിൽ കൂടെ തെളിവുണ്ട് ചേട്ടാ, തെളിവുണ്ട്. സൂം ഇട്ടേക്കോ. ഇത് എന്തോ പറയുന്നത്? എന്തുവാടാ അതിനകത്ത്? ഇതൊക്കെ കിടന്ന് കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്രയും ഭംഗിയില്ല. പക്ഷെ രാത്രി വെട്ടം കഴിഞ്ഞിട്ട് പോലും എന്തോരം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. മറ്റേതൊക്കെ വാടി നിൽക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ചെമ്പരത്തി ഇഷ്ടം. നമ്മൾ ഈ വഴി കൂടെ ആന്ന് തോന്നുന്നു. ഇതെന്തോ ഇത് മൽബറി ഒന്നുമല്ല, അത് പൂവാ. അല്ല കോഴി പണ്ടേ ഉള്ള ചെടി, കോഴിവാലൻ ചെടി. ഇതൊക്കെ പണ്ട് നമ്മൾ അത്തപ്പൂ ഇടുമ്പോഴൊക്കെ വെക്കുമായിരുന്നു. ഗേറ്റ് അടച്ചോ? നമുക്ക് കയറാം. നല്ലൊരു ടേസ്റ്റായിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്. പണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു വീട്ടിലുണ്ടായിരുന്നു. ഞാൻ കയറി പിച്ചുമായിരുന്നു. ഞങ്ങൾ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടമാവിലും മത്തിലും ഒക്കെ കയറി പിടിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ പുള്ളിമരത്തി കല്ലെറിഞ്ഞ് അവിടെ ഒരു അപ്പൂപ്പനുണ്ട്. പണ്ടേ ഉള്ളത് ഒരു അപ്പൂപ്പൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കാണും. അല്ല ആ അപ്പൂപ്പൻ നമ്മൾ ഒട്ടിച്ചിട്ട് പിടിക്കും. അപ്പൂപ്പനെ വെട്ടിച്ച് പിടിക്കാൻ എന്തൊരു ഉത്സാഹം. യേശു യേശു ഉണ്ടാ അവിടെ ഒരു യേശു വയ്ക്കുന്നുണ്ട്. സൂപ്പർ. ഞങ്ങളെല്ലാവരും കൂടെ പോയാ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോയാ. ദക്ഷന്തിയടാ ഉണ്ടോ? വാ വാ. കപ്പ ബിരിയാണിയാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നു, വരുന്നു.
സ്വന്തമായിട്ട് കഴിക്കുക. ഇതുവരെ കണ്ടപ്പോഴേ സാവരിങ്ങി കൊണ്ടു തന്ന് ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കാർക്കും കൊണ്ടും വരുന്നില്ല. എനിക്ക് വേണ്ടേ പൊറോട്ട? കപ്പ ബിരിയാണി ഇതുവരെ എത്തിയില്ല. നൂഡിൽസ് അമരീഷിന് കൊള്ളാമോ മോനെ? കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. നമ്മളെ വണ്ടി അങ്ങ് കിടക്കുന്നു. നമ്മൾ കഴിക്കുന്നിടത്ത് ഫുഡ് കഴിക്കുന്നിടത്ത് കൊണ്ടൊന്ന് നിർത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി ഫുഡ് കഴിച്ചു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നു. ക്ലീനിങ് സെക്ഷൻ. തീരുമാനിച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മളെല്ലാവരും റെഡിയായിട്ട് കാപ്പി കുടിക്കാനായിട്ട് പോയ പിള്ളേരെല്ലാം തണുപ്പ് അല്ലേ? നിങ്ങളെല്ലായിടവും കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്താ? അങ്ങോട്ട് നിങ്ങൾ പോയല്ലേ? തണുപ്പ് ശകലം ഉണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് കുഴപ്പമില്ല. വെള്ളത്തിൽ അതിനകത്തൊന്നും ഇല്ല. ഒരു കുത്തുകുത്തിയാന്നാന്നു. നീ കഴിക്ക്. ആ പൂരിയുടെ നടുക്കുന്നത് മട്ടത്തിലാക്കി വെച്ചേക്കുന്നത്. വേണോ പൂരി വേണോ? ഒരെണ്ണം. നിനക്കല്ലേ പൂരി വേണ്ടുന്ന? ദോശ വരട്ടെ എന്നാ? ദോശ വരട്ടെ? ദോശ. ഇത് കൊള്ളാലോ. ഇതിനകത്ത് എന്തൊക്കെ? തേങ്ങയാണോ? ചീസാണോ അതോ? കൊള്ളാം. എന്നിട്ട് ഊത്തപ്പോ ചേട്ടൻ പറയാ ഊത്തപ്പം വേണമെന്ന്. അവരതെടുക്കാൻ പോയി. ഊത്തപ്പം വേണോ വെണ്ണ പോണ്ട വേണോ? ഊത്തപ്പം വേണോ വെണ്ണ പോണ്ട വേണോ? ഊത്തപ്പം വേണോ വെണ്ണ കറി കൂട്ടുന്നില്ല. അത് ഉപ്പ് കൂട്ടില്ല. അതായത് ഉദനയാണോ? ഇത്രയും വലിയ ഡോറ് ഞാനാ തുറന്നേ. ഞങ്ങളെല്ലാം കറങ്ങിയിട്ട് വരാം. അച്ഛനല്ലേ? ആ വരുന്ന അത് അവിടെയൊക്കെ പോയിട്ട് വരാം. വന്നിട്ട് വരാം. നമ്മൾ കയറിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനൊക്കെ പോകണമെന്ന് പറഞ്ഞ് പേടിച്ച് അങ്ങനെ അവർ പോന്നു. വെളിയിലൊന്നും കയറാൻ പോന്നു. ഞാനില്ല, പോയിട്ട് നമ്മളെ കൂടി ഇന്നലെ ഇവരും ഉണ്ടായിരുന്നു ഇവിടെ. അവരെവിടെ? ഇവിടെ ഫുള്ള് ചെമ്പരത്തിപ്പൂക്കളാ തോന്നെ. അണ്ടേ പച്ച കൊള്ളായിരുന്ന? അയ്യോ വണ്ടി വരുന്നില്ല, വെയില്. അമ്മ പച്ച കൊള്ളായിരുന്ന? പച്ച
പച്ച കുഴപ്പമില്ല, കൊള്ളാം. വേണമെങ്കിൽ എടുത്തുന്നു. പുളി ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും റെഡിയാവുന്നു. വണ്ടി ഓഫാക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആദ്യം എങ്ങോട്ടാണ്? നമ്മളെ പിന്നെ റീൽസ് ഉടനെ എടുക്കുന്നതായിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും റീൽസിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഇവിടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെത്തി. സൂര്യകാന്തി പൂ കണ്ടാ, നിറച്ച് പൂക്കൾ. ഇത് സൂര്യകാന്തി പൂ അടിച്ചിരിക്കുന്നുണ്ട് ഏട്ടൻ, കണ്ടാ? ടിക്കറ്റ് എടുത്താ? വണ്ടി ഇറക്കി ഇറങ്ങിയതാണ്. ഇനി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് വന്നാൽ നമുക്കിവിടെ കയറാം. അതിന് ഞങ്ങൾ കേറിയിട്ടുണ്ട് സൈക്കിളിൽ. ഞങ്ങൾ കേറിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് അതുകൊണ്ട് അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാ. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് വന്നു, അവിടെ ചെല്ലുമ്പോൾ വലുതായിരിക്കും. അവിടെ ഉണ്ടാ കോടമഞ്ഞ്? കോടമഞ്ഞ് വരുന്നുണ്ടാ? ഇപ്പം കോടമഞ്ഞ് ഇറങ്ങി. ഭയങ്കര ചൂടായിരുന്നു ഇത്രയും നേരം. നമ്മളെ ഒന്ന് തട്ടിയെങ്കിൽ നമ്മളടുത്തോട്ട് വരുന്നില്ല. നല്ല കോടമഞ്ഞ് ഇപ്പം. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പോകുന്നു. എന്തെറ്റി? സൈക്കിളോട്ട് പോന്നുണ്ട. ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് വന്ന് കുറച്ച് പേരെ കയറ്റിയിട്ട് ഇനി ബാക്കിയുള്ളവരെ കയറ്റാൻ വന്നു. അവരെ ഇറക്കുന്നു. ഇവിടെ ഏതോ കല്യാണ പെണ്ണിൻ്റെ ചേർക്കൻ്റെ ഷൂട്ടിങ് നടക്കുന്നു. ഈ വഴി വരാൻ വന്നപ്പോഴത്തേക്ക് നമ്മളെ പുറവെ എല്ലാവരും ഈ വഴി വരുന്ന. വരത്തില്ല. ശരി. ഇതിൻ്റെ ഇല മിക്സിയിലിട്ട് അരച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ പരിക്കകത്തൊക്കെ സ്പ്രേ ചെയ്യാം. സാഹസികതമായ ഒരു. ഓ മറിക്കാം മറിക്കാം. അങ്ങോട്ടങ്ങോട്ട് പോയി. പെയിന്റ് ബാൾ ഏരിയ ഇതാണ് ഇവിടെ നടന്നത്. കളറുകളാ അവസാനം ആരെയൊക്കെ പുറത്ത് കൊണ്ട് കളറുകൾ നോക്കി എത്ര കളറുകളാണ് അതാണോ കൊണ്ടെന്ന് അറിയണ്ടേ? അതിനായിരിക്കും കളർ പല കളറിലുള്ള പെയിന്റ്. ഇതിലേ പോകാൻ വഴിയുണ്ടല്ലേ. സംസാർ തോട്ടിരിക്കുന്ന ഫുഡ് കഴിക്കാൻ കയറുന്ന
നമ്മളതിനെ മുട്ടക്കുന്നിലെത്തി വാങ്ങാൻ. അവരവിടെ എത്തി. കുളത്തിൽ വീഴാം. ഉരുളേ ആ കുളത്തി വീഴേ, കുളത്തി കിടക്ക്. ശോഭന ചേച്ചിയൊക്കെ വീഡിയോ പ്ലേ ചെയ്യാം എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത്. 2 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തി കേട്ടോ. പിന്നെ നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വന്ന്. അന്നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു.